ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇഞ്ചോടി ഇഞ്ചിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇഞ്ചോടി ഇഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ കടന്നു വരികയാണ്. 10 ചോദ്യങ്ങൾ ചോദിക്കുവാൻ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസറുകൾ പറയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. നമസ്കാരം. അസ്സലാമു അലൈക്കും. പേരെന്താണ്? ഓക്കെ. സ്വദേശം തിരുവനന്തപുരം തന്നെയാണോ? കിളിമാനൂരാണ്. ഓക്കെ. എനിക്ക് എന്താണ് ജോലി? എന്താണ്? ഗൾഫിലാണ്. നാട്ടിൽ വിട്ടിട്ട് വന്നോ? ലീവിൽ വന്നതാണ്. എവിടെയാണ്? വിദേശത്ത് എവിടെയാണ്? സൗദിയിലാണ്. സുഖായിരിക്കുന്നു? ജോബൊക്കെ സാധാ അടിപൊളി. പേരെന്താണ്? സുഖായിരിക്കുന്നു. അപ്പോൾ ഇതിന് മുന്നേ മ്യൂസിയത്തിൽ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ലീവായ ദിവസം എല്ലാവരും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടുന്ന് എവിടത്തേക്കാ പോണേ? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലേ? ശരി. പേരെന്താ? ജോലിയൊന്നും ചെയ്യുന്നുണ്ടോ? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വർക്കാണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കടക്കലാണ്. ശരി. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു. അപ്പോൾ ഇന്ന് ലീവാണ് അല്ലേ? ലീവ് എടുത്തു. ഓക്കെ. യാത്രയുമായി ബന്ധപ്പെട്ട്. വെരി ഗുഡ്. എത്ര വർഷമായി ഡിപ്പാർട്ട്മെന്റിൽ? അതല്ലേ. ശരി. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു. അങ്ങനെ ഭാരിച്ച ജോലികളായിട്ടുണ്ടോ? എന്നാലും അതുമായി ബന്ധപ്പെട്ടുള്ള ജോലി. ഹായ്. പേരെന്താ? പേരെന്താണ്? എന്താ പേര് ബാബയുടെ? അൻഹ. ഓക്കെ. എത്രയായി? 2 വയസ്സല്ലേ. ശരി. സുഖായിരിക്കുന്നോ? ഓക്കെ. പേരെന്താണ്? അൻസാർ. ജോലി എന്താണ്? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാണ്? ദുബായിലായിരുന്നു. ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ച് പോകണം. എവിടെ? സൗദി തന്നെയാണോ? ദുബായിൽ തന്നെയാണ്. ഓക്കെ. ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു. സൂപ്പർ. എത്ര വർഷം ഇപ്പോൾ അവിടെ ദുബായിൽ? 8 വർഷം കഴിഞ്ഞു. സൗദിയിൽ ഇപ്പോൾ ഒരുപാട് വർഷമായി തോന്നുന്നല്ലോ. ഏതാണ്ട് എത്ര വർഷമായിട്ടുണ്ടാകും? 30 വർഷമായി. 30 വർഷം ഒരേ കമ്പനിയിൽ തന്നെയാണ് അല്ലെങ്കിൽ വേറെ വേറെ കമ്പനിയാണ്? 30 വർഷം എന്ന് പറഞ്ഞാൽ ഒന്നും ഫ്ലൈറ്റ് പോലും വളരെ കുറവുള്ളൊരു കാലഘട്ടം അല്ലേ? അന്ന് ഏത് ഫ്ലൈറ്റിലാണ് പോയതെന്ന് ഓർക്കുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഓർമ്മയില്ല. എയർ ഇന്ത്യ തന്നെ അന്ന് ഉണ്ടായിരുന്നല്ലേ? ഇത്രയും കൂടുതൽ സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന്. ശരി. അപ്പോൾ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു 10 ഫണ്ണി കുസൃതി ചോദ്യങ്ങളാണ്. എനിക്ക് ആദ്യമേ പറഞ്ഞു കുറച്ചിത്തിരി മുന്നോട്ട് നിൽക്കാവോ? ഓക്കെ. എനിക്ക് ആദ്യമേ പറഞ്ഞു ഉത്തരങ്ങളൊന്നും അറിയില്ല. പക്ഷേ എപ്പോഴും നമുക്ക് എന്താ പറയുക, ഉത്തരം അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് ഉത്തരം പറയാറ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 10 ചോദ്യങ്ങൾ ചോദിക്കും. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് ഞാൻ സമ്മാനം തരാം. ഓക്കെ. അപ്പോൾ ആ 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യത്തിലേക്ക് പോവുകയാണ്. എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കുന്ന ചോദ്യമായിട്ട് ഏതാണ്ട് അടുത്ത് നിൽക്കുന്ന ഉത്തരങ്ങളായാലും ഞാൻ സമ്മാനം തരാം. ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്ക് സമ്മാനം. ഓക്കെ. ചോദ്യം. നമ്മൾ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഒരുപാട് അക്ഷരങ്ങളുണ്ട് അല്ലേ? ചോദ്യം. 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്നാൽ മനുഷ്യ ശരീരത്തിൽ ദോഷമാകുന്നത് എന്തൊക്കെയാണ്? അതായത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്ന് 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ദോഷമാകുന്ന എന്താണെന്നുള്ളതാണ് ചോദ്യം. ABCD A മുതൽ Z വരെയുള്ള ഏതോ 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിന് ദോഷമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഏതോ 2 അക്ഷരങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ അതൊരു അസുഖമായിട്ടും വരും. ചില ആൾക്കാർ പറയാറുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണമെന്നും പറയാറുണ്ട്. BP. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായി? ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ഉത്തരം പറഞ്ഞിരിക്കുന്നത്. BP എന്നും പറയാം, അതുപോലെ തന്നെ BD എന്ന് വേണമെങ്കിലും പറയാം. BD അല്ല, BP. റൈറ്റ് ആൻസർ. ഓക്കെ. റൈറ്റ് ആൻസർ. അത് 2 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേർന്നാൽ മനുഷ്യ ശരീരത്തിന് ദോഷകരമാണ്. ഓക്കെ. അടുത്ത ചോദ്യമാണ്. നമ്മളെപ്പോഴും ചില ആൾക്കാർ ദേഷ്യം വരുന്ന സമയത്ത് ഉറക്കെ ശബ്ദിക്കുന്ന ആൾക്കാരുണ്ട്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഉറക്കെ ശബ്ദിക്കുന്ന ആൾക്കാരുണ്ട്. തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതെ പമ്മി സ്റ്റൈലിൽ നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? പേടിയോടുകൂടി. ചോദ്യം. ജീവനുള്ളപ്പോൾ മിണ്ടാട്ടമില്ല, ചത്തു കഴിഞ്ഞാൽ ഇത് ഉറക്കെ ശബ്ദിക്കും. എന്താണെന്നറിയാമോ? ഇതൊരു ജീവിയാണ്. ജീവനുള്ള സമയത്തിന് ഇതിന് വലിയ മിണ്ടാട്ടമൊന്നുമില്ല കേട്ടോ. പക്ഷെ ചത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ശബ്ദം പുറപ്പെടുവിക്കാം. ക്ലൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ആൾക്കാർ ഈ പ്രോഡക്റ്റ് ഈ വസ്തു ചിലപ്പം വീടുകളിൽ ഉപയോഗിക്കാറുണ്ട്. ആരാധനാലയങ്ങളിൽ കാണാം. കടൽ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണിത്. അല്ല, ജീവനോടുള്ള സമയത്ത് ഇതിന് വലിയ ശബ്ദം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ചത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാകും. അറിയില്ല. അതിന്റെ ശരി ഉത്തരം ഈ ശംഖ് എന്ന് കേട്ടിട്ടുണ്ടോ? ശംഖ് എന്ന് പറയുന്നത് അതൊരു ജീവിയാണ് കടലിൽ. അത് ഉള്ള സമയത്ത് അതിന് ശബ്ദം ഉണ്ടാവില്ല. ചത്തു കഴിഞ്ഞാൽ ശംഖിൽ നിന്ന് നമുക്ക് ശബ്ദം കേൾക്കാൻ പറ്റും. റൈറ്റ് ആണ്. ഓക്കെ. 3ാമത്തെ ചോദ്യം. പാതാളം പോലെ വായുണ്ട്, കോൽ പോലെ നാക്കുമുണ്ട്. എന്താണ്? പാതാളം പോലെ വായുണ്ട്, പക്ഷെ കോല് പോലെയാണ് ഇതിന്റെ നാക്കെന്ന് പറയുന്നത്. അല്ല, പാതാളം പോലെ വായുണ്ട്, പക്ഷെ കോല് പോലെയാണ് ഇതിന്റെ നാക്ക്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ക്ലൂ തരികയാണെങ്കിൽ ഇതൊരു ഒരു പുരുഷന്റെ പേര് ഉള്ള ഒരു സാധനമാണ്. ഇതൊരു ലോഹത്തിൽ മണി. പാതാളം പോലെ വായുണ്ട് അല്ലേ? കോല് പോലെയാണ് മണിയുടെ നാക്ക്. റൈറ്റ്. ഉമ്മ ചിരിച്ചോണ്ടിരിക്കുന്നു. ശരി. അടുത്ത ചോദ്യം കേട്ടോ. 4ാമത്തെ ചോദ്യം. നമ്മളിപ്പോഴും നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വിവാഹ മോചനങ്ങൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് പൊതുവെ പറഞ്ഞൊരു ശരിയാണോ അല്ലേ? അങ്ങനെ. ചോദ്യം. വിവാഹത്തിന് മുമ്പ് വിവാഹ മോചനം നടക്കുന്നത് എവിടെയാണ്? കുസൃതിയാണേ.
അതായത് വിവാഹത്തിന് മുന്നേ, അതായത് വിവാഹം വരുന്നതിന് മുന്നേ വിവാഹ മോചനം വരുന്നത് എവിടെയാണ്? രജിസ്റ്റർ ഓഫീസിലാണ്. കുസൃതിയാണ്. വിവാഹം എന്ന് പറയുന്നത് മാരേജ് അല്ലേ? വിവാഹമോചനം എന്ന് പറയുന്നത് ഡിവോഴ്സ്. എന്നാൽ വിവാഹത്തിന് മുന്നേ വിവാഹമോചനം വരുന്നത് എവിടെയാണ്? ആലോചിച്ചാൽ പറയാൻ പറ്റും. ജയിലല്ല, കലണ്ടറായിട്ട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ ഏതാണ്ടൊക്കെ അടുത്തെത്തി. വിവാഹം എന്ന് പറയുന്നത് മാരേജ് ആണ്, എം അല്ലേ? വിവാഹത്തിന് മുന്നേ ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? സിമ്പിളാണ്. ഇപ്പൊ രണ്ടു ഉത്തരം പറഞ്ഞിട്ടാ. വിവാഹം വരുന്നതിന്, വിവാഹം എന്ന സ്പെല്ലിംഗ് ആരംഭിക്കുന്നത് മാരേജ് എം, ഡിവോഴ്സ് എന്ന് ആരംഭിക്കുന്നത് ഡി ആണ്. അപ്പോൾ എന്നാലും വിവാഹത്തിന് മുന്നേ, മാരേജിന് മുന്നേ ഡിവോഴ്സ് വരുന്നത് എവിടെയാണ്? ഇല്ല. ഓക്കെ, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലാണ്. ഡിക്ഷണറിയിൽ ABCD. ഓക്കെ ഓക്കെ, ശരി. അടുത്ത ചോദ്യം. അടിച്ചാലും ചവിട്ടിയാലും കരയാതെ ഓടുന്നത് എന്താണ്? ഇത് അടിച്ചാലും ചവിട്ടിയാലും കരയാതെ ഓടിക്കൊണ്ടേയിരിക്കും. സൈക്കിൾ. പിന്നെ ഓക്കെ, ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഏതാണ്ട് ആപ്റ്റായിട്ടുള്ള ഒരു ഉത്തരമാണ്. അതുകൊണ്ട് എനിക്ക് സമ്മാനം കൊടുക്കണം നിർബന്ധമായിട്ട്. അതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് പന്താണ്, ഫുട്ബോൾ പന്ത്. അടിച്ചാലും ചവിട്ടിയാലും ഇത് കരയാതെ ഓടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. ആറാമത്തെ ചോദ്യം. പേരിൽ കാറും പേനയും കൊണ്ടു നടക്കുന്ന ജോലി എന്താണ്? കാറും പേനയും. ഈ ജോലിയുടെ പേരിൽ കാറും ഉണ്ട് പേനയും ഉണ്ട്. കുസൃതിയാണ്. ഇതൊരു കാർപെൻറ്റർ, റൈറ്റ് ആൻസർ. കാർപെൻറ്റർ, റൈറ്റ് ആൻസർ. ഓക്കെ, ഏഴാമത്തെ ചോദ്യമാണ്. നമുക്ക് ഈ ഇപ്പോൾ ക്യാരറ്റിനൊക്കെ വില കൂടുന്നു കുറയുന്നു അല്ലേ, പൊതുവെ കേൾക്കുന്നതാണ്. തിന്നാൻ പറ്റാത്ത ക്യാരറ്റ് കിട്ടുന്ന സ്ഥലം എവിടെയാണ്? സ്വർണ്ണക്കട, റൈറ്റ് ആൻസർ. അതെനിക്കറിയാം അല്ലേ? സ്വർണ്ണക്കട, വെരി ഗുഡ്. ജ്വല്ലറി. എട്ടാമത്തെ ചോദ്യം. വയർ ഒന്നേ ഉള്ളൂ, പക്ഷെ 2 വായുണ്ട്, വായിൽ നിറയെ മക്കൾ. ഇത് ചെറിയ കുഞ്ഞു പ്രൊഡക്റ്റ് അല്ല. 2 വായുണ്ട്, ഓക്കെ, വായിൽ നിറയെ മക്കളുണ്ട്, ഒരു വയറേ ഉള്ളൂ. അതായത് 2 വായുണ്ട്, വയറ് നിറയെ മക്കളുണ്ട്, പക്ഷെ വയറൊന്നേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന, വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, ഒരു ചെറിയ വസ്തു. ഇത് ചെറുതും ഇത്തിരി വലുതിലും കാണാം. ചീരകയല്ല. ഓക്കെ, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് തീപ്പെട്ടിയാണ്. തീപ്പെട്ടി. 2 വായുണ്ട്, ഒരു വയറാണ്, വയറ് നിറയെ കുട്ടികൾ. 9ാമത്തെ ചോദ്യമാണ്. ചോദ്യം. വള്ളി വള്ളി 1000, ആദ്യത്തെ വള്ളി കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട് എന്താണ്? വള്ളി വള്ളി 1000, ആദ്യം കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട്. വള്ളി വള്ളി 1000, ആദ്യം കറുത്തിട്ട് പിന്നെ വെളുത്തിട്ട്. ആദ്യം കറുപ്പാണ്, പിന്നീട് അത് കാലഘട്ടം മാറുമ്പോൾ അത് വെളുക്കും. മുടി, റൈറ്റ് ആൻസർ. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എനിക്കെന്തോ ഒരു ഉത്തരം പറയാത്തതല്ലേ. അപ്പോൾ ഏതായാലും ഫില്ലായി. ഓക്കെ, 10ാമത്തെ ചോദ്യം. കിടക്കുമ്പോൾ നെഞ്ചിന് മീതെ, നടക്കുമ്പോൾ തലക്ക് മീതെ എന്താണ്? കിടക്കുന്ന സമയത്ത് നെഞ്ചിന് മീതെയാണ്, നടക്കുമ്പോൾ തലക്ക് മീതെയാണ്. അല്ല, ആകാശം, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്ന പേര് പറഞ്ഞേ. ഒന്നും അറിയില്ല എന്നും പറഞ്ഞു വന്നിട്ട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അൻസാറിക്കാണ് ഇതിന്റെ കൂടുതൽ ഉത്തരങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വിജയ് എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല ആദ്യം, ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞു വന്നവരായിരിക്കും കൂടുതൽ ഉത്തരം പറയാം. അപ്പോൾ അൻസാർക്കൊക്കെ ഞങ്ങളുടെ VMTV ചാനൽ നൽകുന്ന ഇഞ്ചോഡിഞ്ച് എന്ന് പറയുന്ന പ്രോഗ്രാമിന് സ്നേഹ സമ്മാനമുണ്ട്. ഇത് നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇഞ്ചോഡിഞ്ച്, പ്രത്യേകിച്ച് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ്. ഇന്ന് മ്യൂസിയത്തിൽ വെച്ചിട്ടാണ് എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു സമ്മാനം നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ VMTV ചാനൽ MD റീന ഹർഷൻ സാറിനെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഇഞ്ചോഡിഞ്ചിൻ്റെ സ്നേഹ സമ്മാനം ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ചില സമയത്തൊക്കെ അല്പം പിന്മാറിക്കൊണ്ട് നടക്കുന്ന ഒരാളാണോ? ഇപ്പൊ ഇതിൽ നിന്ന് എന്ത് കാര്യം മനസ്സിലായി? എന്ത് മനസ്സിലായി? ഒന്ന് ഒരിക്കലും പിന്മാറാൻ പാടില്ല. വെറുതെ ചുമ്മാ ഒന്ന് മത്സരിച്ച് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ തിരിച്ചു പോണേ 5-ാം തീയതി പോകും. അപ്പം എല്ലാവരുടെ അന്വേഷണം പറയണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒരു ടാറ്റ പറഞ്ഞേക്ക്.